ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് നമുക്ക് വയറ് കുറയ്ക്കാൻ വേണ്ടി ബെഡിൽ തന്നെ കിടന്നുകൊണ്ട് ചെയ്യാവുന്ന ഏതാനും യോഗ എക്സസൈസുകളാണ് പറഞ്ഞു തരുന്നത്. തറയിലും മാറ്റിലും ചെയ്യാവുന്നതാണ്. പക്ഷെ തറയിൽ മാറ്റി വിരിച്ച് കിടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. അത് ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ബെഡാകരുത്. ഒത്തിരി കുഷ്യനുള്ള സ്പ്രിങ് ആക്ഷൻ പോലെയൊക്കെയുള്ള ബെഡാണെങ്കിൽ അതിൽ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരുമാതിരി ഒരു അല്പം കട്ടിയൊക്കെയുള്ള ബെഡിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ ഞാൻ ബെഡിൽ ചെരിഞ്ഞ് കിടക്കുന്നേ ഉള്ളൂ. നിങ്ങൾ കിടക്കുമ്പോൾ നേരെ തന്നെ കിടക്കുക. ഇതുപോലെ മുട്ട് മടക്കി കാല് വയ്ക്കുക. എന്നിട്ട് സാവധാനം ഈ ഹിപ്പ് ഉയർത്തുക. നടുവിന് സപ്പോർട്ട് കൊടുക്കേണ്ടവർ ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തിട്ട് ഉയർത്തുക. കൗണ്ട് ചെയ്യുക. 10 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം ഈ ഒരു രീതിയിൽ. എന്നിട്ട് സാവധാനം താഴേക്ക് വരിക. വീണ്ടും ചെയ്യാം. ഈ ഒരു രീതിയിൽ ചെയ്യാം. കൈ പിടിക്കാതെ ചെയ്യാൻ പറ്റുന്നവർ ഇങ്ങനെ അങ്ങനെ ഇതുപോലെ ചെയ്യുക. ഇത് നിങ്ങളൊരു 5 തവണ ചെയ്യുക. എന്നിട്ട് റിലാക്സ് ചെയ്യണം. എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യരുത്. അടുത്തത് ഇതുപോലെ തന്നെ കിടന്നിട്ട് കാല് രണ്ടും തറയ്ക്ക് പാരലായിട്ട് ഉയർത്തുക. മുട്ടുമടക്കി ദെൻ ഓരോ കാലുകൾ മുമ്പോട്ട് നീട്ടുക. 1 2 ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. 3 4 5 6 7 8 9 10 ഈ ഒരു രീതിയിൽ ചെയ്യുക. ഇത് 10 പ്രാവശ്യം ചെയ്തിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. അടുത്തത് കൈകൾ നിവർത്തി വയ്ക്കുക. കാൽ മുട്ട് മടക്കി ഇതുപോലെ ഇങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് കിടക്കുക. ഇത് നമ്മുടെ അടിവയറ് കുറയാനും സൈഡ് ഫാറ്റ് കുറയാനും നല്ലതാണ്. ഈ ഒരു രീതിയിൽ കിടക്കുക. തല ആ ഭാഗത്തോട്ട് നോക്കണം. നേരെ വരുന്നു, തിരിച്ച് വീണ്ടും നേരെ വന്നു, ഇങ്ങോട്ട്. ഈ ഒരു പൊസിഷനിൽ കുറച്ച് നേരം കിടക്കണം. എന്നിട്ട് വേണം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാൻ. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളതാണ്. ഒരു 10 തവണയൊക്കെ നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാവുന്നതാണ്. നേരെ നിവർന്ന് കിടക്കുക. കൈകൾ രണ്ടും ചെവിയോട് ചേർത്ത് ബാക്കിലേക്ക് വെക്കുക. വിരലുകൾ തമ്മിൽ ഇങ്ങനെ കോർത്തിട്ട് തിരിക്കുക. എന്നിട്ട് കാലിൻ്റെ പാദം കൂർപ്പിച്ച് പിടിച്ച് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കിടക്കുക. നമ്മുടെ വയറ് ഉള്ളിലേക്ക് വലിക്കുക. ശ്വാസം എടുത്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. ദെൻ ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ് ചെയ്യുക. അപ്പോൾ കാല് സൈഡിലേക്ക് തിരിച്ചിടുക. വീണ്ടും ശ്വാസം എടുത്ത് മൊത്തം സ്ട്രെച്ച് ചെയ്യുക. നമ്മുടെ വിരൽ തൊട്ട് കൈയുടെ വിരൽ ബാക്കിലേക്ക് വെച്ചിരിക്കുന്ന കൈയുടെ വിരൽ വരെ സ്ട്രെച്ച് ചെയ്യുക. ഈ സമയം വയറകത്തോട്ട് വലിച്ചു പിടിക്കുക. നോർമൽ ബ്രീത്തിങ് സ്റ്റേ ചെയ്യുക. ദെൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് റിലാക്സ് ചെയ്യുക. വീണ്ടും ഒന്നുകൂടെ ബ്രീത്ത് ഇൻ, മാക്സിമം സ്ട്രെച്ച്, വയറ് അകത്തേക്ക് വലിച്ചു പിടിക്കുക. നോർമൽ ബ്രീത്തിങ്, ദെൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് റിലാക്സ്. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്.
ഓക്കെ, ലാസ്റ്റ് നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് ഒരു ബ്രീത്തിങ് എക്സസൈസും കൂടെ ചെയ്യാം. കപാലഭാതി എന്ന് പറയും. അത് കണ്ണുകൾ അടച്ചിരിക്കുക, കൈകൾ രണ്ടും ചിന്മുദ്ര പിടിക്കുക, നട്ടെല്ലാം നിവർന്നിരിക്കുക, ദീർഘമായി ശ്വാസം എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിട്ട് ഈ വയറിൻ്റെ അവിടെ എക്സ്പാൻഡ് ചെയ്യുകയും കൺട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു മൂവ്മെൻറ്റ് വയറിന് വരുന്നതും നമ്മുടെ വയറ് കുറയാനും സഹായിക്കും. അല്ലാതെ നിങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും വയറ് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക, കുറച്ച് സമയം റിലീസ് ചെയ്യുക. ഇതിപ്പം നിങ്ങൾക്ക് ഏത് സമയത്തും ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും വർക്കിൽ ഏർപ്പെട്ടിരിക്കുകയാണേലും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴാണേലും കിച്ചണിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണേലും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അത് ഓർത്ത് വയറകത്തേക്ക് വലിച്ചു പിടിക്കുക. ഒരു ഏതാനും സെക്കൻഡ് അങ്ങനെ ചെയ്തിട്ട് റിലീസ് ചെയ്യുക. വീണ്ടും വയറകത്തേക്ക് വലിച്ചു പിടിക്കുക, റിലീസ് ചെയ്യുക. ഈ ഒരു മൂവ്മെൻറ്റ് വയറിൻ്റെ ഭാഗത്ത് ആ മസിൽസിന് പ്രഷർ, നല്ല മൂവ്മെൻറ്റ്, എക്സ്പാൻഷൻ, കൺട്രാക്ഷൻ അങ്ങനെയുള്ള നല്ല മൂവ്മെൻറ്റ് വന്നാൽ മാത്രമേ നമ്മുടെ വയറ് കുറയുള്ളൂ. ഇപ്പോൾ ഈ കാണിച്ചു തന്ന എല്ലാ എക്സസൈസുകളും നിങ്ങൾക്ക് വയറിൻ്റെ ഭാഗത്ത് പ്രഷർ അല്ലെങ്കിൽ എക്സ്പാൻഷൻ, കൺട്രാക്ഷൻ, നല്ല മൂവ്മെൻറ്റ് വരുന്ന എക്സസൈസുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് വയറ് കുറയാൻ സഹായിക്കും. മാറ്റിൽ ചെയ്യാൻ സാധിക്കുന്നവർ മാറ്റിൽ തന്നെ ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye.